കോൺഗ്രസിൽ നിന്ന് എതിർപ്പും പ്രതിഷേധവും നിലനിൽക്കെയാണ് ഇത്തവണ ഷിബു തെക്കുംപുറം UDFന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയത്. പ്രചരണം ആരംഭിച്ചതോടെ എതിർപ്പെല്ലാം അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയ കോൺഗ്രസ് തന്നെയാണ് ഷിബു തെക്കുംപുറത്തിന്റെ വിജയത്തിന് നെടുനായകത്വം വഹിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി LDFന് കോതമംഗലം വിട്ടു നൽകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന ചിന്തയാണ് ഷിബുവിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് കോൺഗ്രസ് നേതാക്കളെയും അണികളെയും പ്രേരിപ്പിച്ച പ്രധാന ഘടകം. മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്തിറങ്ങിയതും UDF വിജയത്തിൽ നിർണായക ഘടകമായി. കഴിഞ്ഞ 2 തവണയും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ UDFന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇത്തവണ കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ പൊതുവികാരം. നോ കോംപ്രമൈസ് എന്ന പോസ്റ്റിലൂടെ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഈ ആവശ്യത്തിന് പോരാട്ട വീര്യം പകർന്നു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഷിബു തെക്കുംപുറത്തിന് വിജയസാധ്യതയില്ലെന്ന പ്രചരണം കോൺഗ്രസുകാർ തന്നെ നടത്തുകയും ചെയ്തു. എന്നാൽ മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനത്തിലും കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് വികാരം പ്രതിഫലിക്കപ്പെട്ടില്ല. സീറ്റ് കേരള കോൺഗ്രസിനും സ്ഥാനാർത്ഥിത്വം ഷിബു തെക്കുംപുറത്തിനും എന്ന അന്തിമ തീരുമാനം വന്നു. അതുവരെയുണ്ടായിരുന്ന എതിർസ്വരങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഷിബു തെക്കുംപുറത്തെ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസുകാർ കൈമെയ് മറന്ന് പ്രവർത്തന രംഗത്തിറങ്ങി. പരസ്യമായും രഹസ്യമായും ഷിബു തെക്കുംപുറത്തിനെതിരെ പ്രതികരിച്ചവർ എല്ലാവരും UDF വിജയം എന്ന വികാരം ഏറ്റെടുത്തു. കേരള കോൺഗ്രസിനേക്കാൾ ആവേശം കോൺഗ്രസിൽ പ്രകടമായി. മുമ്പൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത ഐക്യം പ്രചരണ രംഗത്തെ കാഴ്ചയായി. വീണ്ടും ഒരിക്കൽ കൂടി കോതമംഗലം സീറ്റ് നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമെന്ന തിരിച്ചറിവാണ് നേതാക്കളെ ഐക്യപ്പെടലിന്റെ പാതയിൽ എത്തിച്ചത്. പ്രചരണ രംഗത്ത് കോൺഗ്രസിന് പൂർണ്ണമായി വഴങ്ങാൻ ഷിബു തെക്കുംപുറവും തയ്യാറായി. പ്രചരണത്തിന്റെ ചുക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയായിരുന്നു. മുസ്ലിം ലീഗിനെ ഒറ്റക്കെട്ടായി ഒപ്പം നിർത്താനും ഷിബു തെക്കുംപുറത്തിനും കോൺഗ്രസിനും കഴിഞ്ഞു. തങ്ങളുടെ കോട്ടകളിൽ പ്രചരണ രംഗം ഇളക്കിമറിച്ച് വോട്ടർമാർക്കിടയിൽ UDF അനുകൂല വികാരം സൃഷ്ടിക്കാൻ ലീഗ് നേതാക്കൾക്കും അണികൾക്കും കഴിഞ്ഞതും UDF വിജയത്തിൽ നിർണായക ഘടകമായി. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.